അദ്ദേഹത്തെ ശിക്ഷിക്കപ്പെട്ട കേസ് പോലും ട്രെയിനിൽ നടന്ന ഒരു റേപ്പും കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് അരമണിക്കൂർ കൊണ്ട് നടന്നെത്താവുന്ന റെയിൽവേ സ്റ്റേഷനാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ. ആ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യമാക്കിയിട്ടായിരിക്കും ആദ്യം അദ്ദേഹം പോകേണ്ടിയിരുന്നത്. ഇനിയിപ്പോൾ അതുമല്ല, എത്രയോ പാണ്ടി ലോറികൾ അതിലെ അന്തർ സംസ്ഥാന ലോറികൾ കയറി പോകുന്നുണ്ട്. ഇതുപോലെയുള്ള ഒരു കൊടും ക്രിമിനൽ സ്വാഭാവികമായിട്ടും വരുന്ന ഏതെങ്കിലും ഒരു ലോറിയിൽ പിന്നിൽ തൂങ്ങിപ്പിടിച്ചിട്ടെങ്കിലും കേരളത്തിൻ്റെ ബൗണ്ടറി കടക്കാനുള്ള പരിശ്രമം നടത്തുമെന്ന് നമുക്ക് ഉറപ്പാണ്. പക്ഷേ അങ്ങനെ ഒരു പരിശ്രമം ഉണ്ടാവില്ല. നാട്ടുകാരും ജനങ്ങളും പോലീസും അന്വേഷിക്കുമ്പോൾ അദ്ദേഹം അവിടെ തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ പറയുന്ന രീതിയിൽ ഈ ഗോവിന്ദസ്വാമി ജയിൽ ചാടിയിട്ടില്ല എന്നും ചാടിയ ഗോവിന്ദസ്വാമി എങ്ങനെയാണ് പുറത്തെത്തിയതെന്നും പ്രത്യേകമായി ഇത് അന്വേഷിക്കേണ്ടത് തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായി തോന്നും, പിന്നെ എന്തിനാണ് ഗോവിന്ദസ്വാമിയെ പുറത്തേക്ക് പോയത് എന്ന്. അവിടെയാണ് ഇന്നത്തെ നമ്മുടെ രാഷ്ട്രീയ പ്രധാനമായിട്ടുള്ള പ്രാധാന്യം അർഹിക്കുന്ന VS-ൻ്റെ മരണവും അതിനുശേഷമുണ്ടായ ചർച്ചകളും അതിൽ പങ്കെടുത്ത എന്താ പറയുക വലിയ ജനസഞ്ചയവും കേരളം കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു യാത്രയപ്പ് മരണത്തിന് അദ്ദേഹത്തിന് നൽകുകയും അത് കേരളത്തിലുടനീളം ചെയ്യുമ്പോൾ അതിനെ വഴി തിരിച്ചുവിടാനുള്ള ഒരു നാടകത്തിനപ്പുറം ഇത് ഇങ്ങനെയാണ് ഗോവിന്ദസ്വാമി ജയിൽ ചാടിയത് എന്ന് പോലീസ് ഇപ്പോൾ പറയുന്ന ഈ ഭാഷ്യം കൊണ്ട് ഒരാൾക്കും അത് ബോധ്യപ്പെടുന്നതല്ല. അതിൻ്റെ ഓരോന്നും ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തന്നു തന്നെ ജനങ്ങൾ ഈ ചർച്ച ചെയ്യുന്ന ഈ വിഷയം ഇത് ഗവൺമെൻറ് പോലീസ് ഇത് വ്യക്തമാക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം, എത്രയോ കൊലപാതകങ്ങൾ, എത്രയോ ഇതുപോലുള്ള സംഭവങ്ങൾ അവിടെയൊക്കെ പ്രതികളെ കൊണ്ടുപോകുമ്പോൾ പത്രമാധ്യമ പ്രവർത്തകരായ നിങ്ങൾ കൂടെ പോവുകയും ആ ഇൻസിഡൻറ്റ് സംഭവങ്ങൾ നിങ്ങൾ ഷൂട്ട് ചെയ്യുകയും കൊലപാതകം നടന്ന സ്ഥലത്ത് എങ്ങനെയാണ് പ്രതി ഈ കൊല നടത്തിയത് എന്ന് പോലീസിന് ആ പ്രതി കാണിച്ചു കൊടുക്കുമ്പോൾ അവരുടെ കൂടെ പോയി അത് ഷൂട്ട് ചെയ്ത് കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്ക് കൃത്യമായി ഈ കാര്യങ്ങൾ നിങ്ങളെപ്പോലെയുള്ള പത്രപ്രവർത്തകർ ഈ നാട്ടിൽ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. പക്ഷേ ഈ സംഭവത്തിന് ശേഷം ഇതിൻ്റെ വസ്തുത ഈ പറയുന്ന ഒരു ചെറിയ കഷ്ണം ആക്സോ ബ്ലേഡ് കൊണ്ട് കമ്പി മുറിച്ചതും ഒറ്റക്കൈയില്ലാത്ത ഈ ഗോവിന്ദസ്വാമി കമ്പി വളച്ചതും ഞാനിപ്പോൾ ഈ കാണിച്ച ഡ്രമ്മിൽ കയറി പുറത്തേക്ക് ചാടിയതുമൊന്നും ഒരു പത്രമാധ്യമ പ്രവർത്തകരെയും കൊണ്ടുപോയി കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഒരു പരിശ്രമം പോലും പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. ഈ ഭാഗങ്ങൾ മുഴുവൻ മൂടി വച്ചിരിക്കുകയാണ്. അവിടെയാണ് ഈ വിഷയം. അതുകൊണ്ട് സംസ്ഥാന പോലീസ് ഈ വിഷയം അന്വേഷിച്ചാൽ ഇതിന് സത്യസന്ധമായിട്ട് ഇത് പുറത്തു വരില്ല. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ സാധാരണ കൊലപാതക കേസുകളിലൊക്കെ പ്രതിയെ പിടിച്ചാൽ എങ്ങനെയാണ് ഈ സംഭവം നടന്നത് എന്ന് പ്രതിയെ സംഭവ സ്ഥലത്ത് കൊണ്ടുപോയി വിശദീകരിക്കുന്നതിനുള്ള ഒരു സാഹചര്യമെങ്കിലും ഈ വിഷയത്തിൽ